അവർ തന്നെ അവതരിപ്പിച്ച ധവളപത്രം, സാമ്പത്തിക സാഹചര്യം, ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് വികസന രംഗത്ത് ഒരടി പോലും മുന്നോട്ട് പോകാൻ കേരള ഗവൺമെൻറ് സാധ്യമല്ല എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്നത്, അനുഭവിക്കാവുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളുമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികൾ അത് മുഴുവൻ തന്നെ കേരളത്തിലെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി NDA തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വികസിത കേരളം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ബ്ലൂ പ്രിൻ്റ്, സമഗ്രമായിട്ടുള്ളൊരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് സാധാരണ വികസനം നടപ്പിലാക്കുക ഒരു പാർട്ടി അധികാരത്തിലെത്തിയതിന് ശേഷം, പക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും വികസനം നടപ്പാക്കാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കാണിക്കാൻ വേണ്ടി പോവുകയാണ്.